അല്ലാഹു പറയാണ് വലാ യസാലൂന യുഖാതിലൂനകും ഹത്താ യറുദ്ദൂകും അൻ ദീനികും ഇൻ ഇസ്തതഉ വലാ യസാലൂന യുഖാതിലൂനകും ഇസ്ലാമിന്റെ എതിരാളികൾ നിങ്ങളോട് പോരാടിക്കൊണ്ടേയിരിക്കും, യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. ഹത്താ യറുദ്ദൂകും അൻ ദീനികും, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ നിന്ന് മടങ്ങുന്നത് വരെ. അവരുടെ ലക്ഷ്യം, ഇസ്ലാമിന്റെ എതിരാളികളുടെ ലക്ഷ്യം നിങ്ങളെ നിങ്ങളുടെ ദീനിൽ നിന്ന് മടക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തോടു കൂടി അവർ നിങ്ങളോട് പോരാടിക്കൊണ്ടേയിരിക്കും. ഇനിസ്തതഉ, അവർക്ക് സാധിക്കുന്നിടത്തോളം നിങ്ങളെ നിങ്ങളുടെ ദീനിൽ നിന്ന് മടക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്ലാമിന്റെ എതിരാളികൾ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുമെന്നാണ് ഈ വചനത്തിന്റെ അവസാന ഭാഗത്തിൽ അള്ളാഹു പറയുന്നത്. ഭൗതികമായ യുദ്ധം മാത്രമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മസ്തിഷ്ക പ്രക്ഷാളനം, ബൗദ്ധികമായ യുദ്ധം, ചിന്താപരമായി ഇസ്ലാമിനെതിരെ നടത്തുന്ന യുദ്ധം. ആ യുദ്ധത്തിലൂടെ ഹത്താ യറുദ്ദൂകും അൻ ദീനികും ഇൻ ഇസ്തതഉ, അവർക്ക് സാധ്യമാവുന്നിടത്തോളം നിങ്ങളുടെ ദൈവിക ദർശനത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ ദൈവിക ദർശനത്തിൽ നിന്ന് നിങ്ങളെ മടക്കുക എന്നതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. സഹോദരങ്ങളെ, ആ ഇർത്തിദാദിന്റെ, രിദ്ദത്തിന്റെ വിവിധ വശങ്ങൾ ഇന്ന് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിൽ നിന്ന് ആളുകളെ മടക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ പലതരത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഇസ്ലാം വിട്ട ഒരു വിഭാഗം എക്സ് മുസ്ലിങ്ങൾ എന്നൊരു കൂട്ടായ്മയുണ്ടാക്കി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. നമുക്കറിയാം, അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ നവസാമൂഹിക മാധ്യമങ്ങളിലൂടെ അവരിൽ ചിലർ അള്ളാഹുവിനെയും പ്രവാചകനെയും ഇസ്ലാമിനെയും അങ്ങേയറ്റം മ്ലേച്ഛമായ രീതിയിൽ വികൃതമായി നിരന്തരമായി അവതരിപ്പിച്ച് മതനിന്ദ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് പോലും മറുപടിയില്ലാത്ത ചോദ്യങ്ങളാണ് അവരുടെ കൈവശം ഇസ്ലാമിനെതിരെയുള്ളത് എന്ന അഹങ്കാരത്തോടു കൂടെയാണ് അവരിൽ പലരും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതിനിടയിലാണ് ലണ്ടനിൽ വെച്ച് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും വില്ലനായ ഒരാൾ, ലണ്ടനിലെ പ്രസിദ്ധമായ സ്പീക്കേഴ്സ് കോർണറിൽ അദ്നാൻ റഷീദ് എന്ന ഇസ്ലാമിക പ്രഭാഷകരുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടുകയും എക്സ് മുസ്ലിം മുന്നോട്ട് വെച്ച പച്ചക്കള്ളം കയ്യോടുകൂടി അദ്ദേഹം പിടികൂടുകയും ചെയ്യുന്നു. അദ്നാൻ റഷീദ് പിടികൂടുകയും ചെയ്യുന്ന വീഡിയോ ആണ് എന്ന് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോകളിൽ ഒന്ന്. ആ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മകളെ കല്യാണം കഴിക്കാമെന്ന് ഖുർആനിലുണ്ട് എന്നായിരുന്നു യുക്തിവാദിയുടെ വാദം. ഖുർആനിൽ ഏത് അധ്യായത്തിൽ, ഏത് വചനത്തിൽ എന്നായിരുന്നു അദ്നാൻ റഷീദിന്റെ ചോദ്യം. ഖുർആനിൽ ഉണ്ടെങ്കിൽ ഖുർആനിൽ മകളെ കല്യാണം കഴിക്കാമെന്ന് ഏത് അധ്യായത്തിൽ, ഏത് വചനത്തിലാണുള്ളത് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന് മറുപടിയില്ല. ഇന്റർനെറ്റിൽ വേണ്ടുവോളം പരതി നോക്കാനുള്ള സമയം കൊടുത്തു, പക്ഷേ മറുപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ എക്സ് മുസ്ലിം നിന്ദ്യനും നിസ്സാരനുമായി മാറി. യഥാർത്ഥത്തിൽ ഖുർആനിൽ ഉള്ളതെന്താ? അതൊരിക്കലും പാടില്ല എന്നാണ്. ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും പാടില്ല എന്നാണ്. ഖുർആൻ ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞൊരു കാര്യം ഖുർആനിലുണ്ട് എന്നാണ് തട്ടിവിടുന്ന സഹോദരങ്ങളെ. ഖുർആൻ എന്താ പറഞ്ഞത്? ഹുരിമത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും, വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾ ആരെല്ലാമാണ് എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ കൂട്ടരാണേത്? ഉമ്മഹാത്തക്കും, നിങ്ങളുടെ മാതാക്കൾ. അതുപോലെ വബനാത്തക്കും, നിങ്ങളുടെ പെൺമക്കളും. ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തക്കും വബനാത്തക്കും, നിങ്ങളുടെ മാതാക്കളും നിങ്ങളുടെ പെൺമക്കളും നിങ്ങളുടെ മേൽ നിഷിദ്ധമാണ്, നിങ്ങൾക്ക് വിവാഹം കഴിക്കൽ നിഷിദ്ധമാണെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇസ്ലാമിനെതിരെ എന്തും പ്രചരിപ്പിക്കാമെന്ന രീതിയിലാണല്ലോ പലർക്കുമുള്ള മനോഭാവം. ആ ഒരു മനോഭാവത്തിനിടയിലാണ് ഇങ്ങനെ വഷളാവേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സഹോദരങ്ങളെ, ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ നവനാസ്തികരുടെയൊക്കെ നിരന്തരമായ സോഷ്യൽ മീഡിയ ഇടപെടലുകളിൽ അവർ പ്രചരിപ്പിക്കുന്ന കള്ളങ്ങൾ നിമിത്തം വലിയ പ്രയാസം അനുഭവിക്കുന്ന
ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായിട്ടും ഇതുപോലുള്ള വീഡിയോകൾ, കൊച്ചു വീഡിയോകളാണെങ്കിൽ പോലും അതേതൊരു വിശ്വാസിയുടെയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണെന്ന കാര്യത്തിൽ സംശയമില്ല. ആഘോഷിക്കാനൊന്നുമല്ല നമ്മളിത് പറഞ്ഞത്. നമ്മുടെ യുവത്വം മതപരിത്യാഗികളായി മാറുന്നതിനെ സംബന്ധിച്ച് നാം കൂടുതൽ കരുതൽ, ജാഗ്രത കൈകൊള്ളണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അതല്ലാതെ ഒരു വീഡിയോയെ പറ്റി പറയാൻ വേണ്ടിയല്ല. നമ്മുടെ യുവത്വം യുദ്ധത്തിലേക്ക് എത്തിപ്പെടുന്നതിനെ സംബന്ധിച്ച്, മതപരിത്യാഗത്തിൽ അകപ്പെടുന്നതിനെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ വിശേഷിച്ചും നമ്മൾ കൂടുതൽ ജാഗ്രത കൈകൊള്ളണം. എന്താണ് രിദ്ദത്ത്, എന്താണ് ഇർത്തിദാദ്? അതിനെ സംബന്ധിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാർ നിർവചിച്ചിട്ടുള്ളത് ഇപ്രകാരമാണ്: തർക്കുൽ ഇസ്ലാമി അംദൻ ബഅദ ദുഖൂലി ഫീഹി. തർക്കുൽ ഇസ്ലാമി അംദൻ, മനഃപൂർവ്വം ഇസ്ലാമിനെ ഉപേക്ഷിക്കുക എന്നതാണ് രിദ്ദത്ത്. മനഃപൂർവ്വം ഇസ്ലാമിനെ കൈവടിയുക എന്നതാണ് ബഅദ ദുഖൂലി ഫീഹി. ഇസ്ലാമിൽ പ്രവേശിച്ചതിന് ശേഷം മനഃപൂർവ്വം ഇസ്ലാമിനെ ഉപേക്ഷിക്കുക എന്നതാണ് രിദ്ദത്ത്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവര് പല ചിന്താപരമായ കാര്യങ്ങളും ഇസ്ലാമിനെതിരെ പറയുന്നുണ്ട്. അതാണ് ശരി എന്ന് മനസ്സിലാക്കരുത്. അതാണ് ശരി എന്ന് തോന്നുന്നുവെങ്കിൽ അതിന് മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല. ഒരുപക്ഷെ അതിന് മറുപടി പറയാൻ ആർജവുമുള്ള, അതല്ലെങ്കിൽ അതിന് മാത്രം വൈജ്ഞാനികമായ മികവും സംവാദ ശേഷിയുമുള്ള ആളുകൾ സമൂഹത്തിൽ ആയി പോകുമ്പോ പല ചോദ്യങ്ങൾക്കും മറുപടി ഇല്ലാതായി പോകും എന്ന് വെച്ച് അതിന് മറുപടിയില്ല എന്ന് മനസ്സിലാക്കരുത്. സഹോദരങ്ങളെ, എല്ലാറ്റിനും ഇസ്ലാം വളരെ കൃത്യമാണ്. ഇസ്ലാം വളരെ വ്യക്തമാണ്. എല്ലാറ്റിനും വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള വിശദീകരണം ഇസ്ലാമിന്റെ പക്ഷത്തുണ്ട് എന്നുള്ളതാണ്. പഴയ കാലത്തും ആളുകൾ ഇസ്ലാം അടക്കമുള്ള മതങ്ങളെ ഉപേക്ഷിക്കുകയും നിർമ്മതവാദികളും അതുപോലെ തന്നെ നിരീശ്വരവാദികളും മറ്റു മതങ്ങൾ സ്വീകരിച്ചവരും ഒക്കെയായി മാറിയിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇസ്ലാം വിട്ടവർ എക്സ് മുസ്ലിം എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അവരുടെ പേരിൽ നിന്നും മറ്റുമൊക്കെയാണ് നേരത്തെ അവർ ഏത് മതക്കാരായിരുന്നോ എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ പുതിയ കാലത്ത് എക്സ് മുസ്ലിം പ്രയോഗത്തിലൂടെ ഇസ്ലാമോഫോബിയുടെ കയ്യടി നേടാൻ കഴിയുമെന്ന് ഇസ്ലാം വിട്ടവർ തിരിച്ചറിയുന്നു. സാമ്പത്തികവും സാമൂഹികവും അതുപോലെ അധികാരപരവുമായ സ്വാധീനമുണ്ടാക്കാൻ എക്സ് മുസ്ലിം ഐഡന്റിറ്റി കൂടുതൽ ഫലപ്രദമാകുമെന്നവർ ഐഡന്റിഫൈ ചെയ്യുന്നു, തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഇസ്ലാം വിരോധികൾ ഇസ്ലാമിൽ നിന്ന് ആളുകളെ അകറ്റാനുള്ള കൂട്ടായ ശ്രമങ്ങൾ നടത്തുമ്പോൾ, അടർത്തി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ വിശ്വാസികൾ ജാഗ്രത കൈകൊള്ളണമെന്നാണ് ഈ വചനത്തിന്റെ അവസാന ഭാഗത്തിൽ, നാം നേരത്തെ ഓതി വെച്ച വചനത്തിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറയുന്നത്. അള്ളാഹു പറയാണ്: നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ദീനിൽ നിന്ന് മടങ്ങുന്നുവെങ്കിൽ അങ്ങനെ അയാൾ മരണപ്പെടുകയും ചെയ്തു. നിഷേധിയായ അവസ്ഥയിൽ അയാൾ മരണപ്പെടുകയും ചെയ്തു. ദീനിൽ നിന്ന് എന്തൊക്കെയോ കുപ്രചരണങ്ങൾ കേട്ട് തെറ്റായ വാദഗതികളും കള്ളപ്രചരണങ്ങളും വ്യാജമായി ദീനിനെ സംബന്ധിച്ചുള്ള ആരോപണങ്ങളും കേട്ടുകൊണ്ട് ദീനിൽ നിന്നും പുറത്തുപോയി നിഷേധിയായി മരണപ്പെട്ടു പോകുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് അല്ലാഹു പറയാണ്: ഇഹത്തിലും പരത്തിലും അവരുടെ കർമ്മങ്ങൾ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അവർ ചെയ്ത കർമ്മങ്ങൾ, അവരെ ദീൻ ഉൾക്കൊണ്ട കാലത്തും അവർ ചെയ്ത കർമ്മങ്ങൾ ഉണ്ടല്ലോ, അതെല്ലാം തകർന്നു പോകുന്ന ഒരവസ്ഥയാണുള്ളത്. ഇഹത്തിലും പരത്തിലും പരാജിതരാണ് അവർ. അവർ നരകാവകാശികളാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ ശാശ്വതരാണ് എന്ന് പറയാണ്. സഹോദരങ്ങളെ, അന്ത്യദിനത്തോടടുക്കുമ്പോൾ ദീൻ വിട്ടുപോകുന്ന പ്രവണത വർദ്ധിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നമുക്ക് അതിനെ സംബന്ധിച്ചൊക്കെയുള്ള ഒരു ജാഗ്രത, ഒരു ബോധം ആവശ്യമാണ്. ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഇന്നത് വിശദീകരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്: തകൂനു ബൈന യദയ്യ സ്സാഅ ഫിതനൻ തഖിതഉൽ ലൈലിൽ മുളിം. കൂരിരുട്ടുള്ള രാത്രിയിലെ കുഴപ്പങ്ങളെ പോലെ അന്ത്യദിനത്തോടടുക്കുമ്പോൾ കുഴപ്പങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകും.
ഒരു മനുഷ്യൻ പ്രഭാതമാകുമ്പോൾ അയാൾ വിശ്വാസിയാകും, പ്രദോഷമാകുമ്പോൾ അയാൾ നിഷേധിയാകും. പ്രഭാതമായപ്പോൾ വിശ്വാസിയായിരുന്ന മനുഷ്യൻ വൈകുന്നേരമാകുമ്പോൾ നിഷേധിയാവുന്ന സാഹചര്യം ഉണ്ടാകും. അതുപോലെ വൈകുന്നേരം വിശ്വാസിയായിരുന്ന മനുഷ്യൻ ഇതാ നേരം വെളുത്തപ്പോൾ നിഷേധിയാവുന്നു. എങ്ങനെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥപരമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മതത്തെ വിൽപ്പന നടത്തുന്ന ആളുകൾ ഉണ്ടാവും സമൂഹത്തിൽ, അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി. ഇന്ന് കുറെ ആളുകൾ എക്സ് മുസ്ലിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ആ ഐഡന്റിറ്റി ഒക്കെ സ്വീകരിക്കുമ്പോൾ അതിൽ ഭൗതികമായ നേട്ടങ്ങളാണുള്ളതെന്ന് നമ്മൾ വിശദീകരിച്ചു സഹോദരങ്ങളെ. അത്തരം ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മതത്തെ വിൽക്കുന്നവർ അന്ത്യദിനത്തോടടുക്കുമ്പോൾ കൂടുതൽ ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. മതപരിത്യാഗത്തിന്റെ ചില ഉദാഹരണങ്ങൾ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. മതപരിത്യാഗം അതിന്റെ ഉദാഹരണങ്ങൾ അന്നു തന്നെ മഹാന്മാര് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ലാഹുവിനെയോ റസൂലിനെയോ ചീത്ത പറയുക, കസബ്ബില്ലാഹി തആല ഔ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ മലായികതിഹി ഔ അഹദിൻ മിർ റുസുലിഹി. ഇതൊക്കെയാണ് അതിന്റെ രൂപങ്ങൾ. അള്ളാഹുവിനെ ചീത്ത പറയുക, അള്ളാഹുവിന്റെ ദൂതനെ ചീത്ത പറയുക, അള്ളാഹുവിന്റെ മലക്കുകളെ ചീത്ത പറയുക, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൂതന്മാരിൽ ഒരാളെ ചീത്ത പറയുക, അതല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് ഇർത്തിദാദിന്റെ, മതപരിത്യാഗത്തിന്റെ വിവിധ രൂപങ്ങളെന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ് സഹോദരങ്ങളെ. അള്ളാനെയും അള്ളാന്റെ ദൂതനെയും ആളുകൾ ചീത്ത പറയുമോ എന്ന് നമുക്ക് ഒരു കാലത്ത് സംശയം തോന്നിയിരുന്നു. ഒറ്റപ്പെട്ട ചില ആളുകളൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ വലിയ മതനിന്ദയാക്കി അത് വലിയ ഒരു വാർത്തയാവുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമ്മളെ നിരന്തരമായി എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോ പല യൂട്യൂബ് ചാനലുകളിലും കാര്യമായി നടക്കുന്ന പണി എന്ന് പറയുന്നത് സബ്ബുല്ലാഹി വറസൂലി, അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ചീത്ത വിളിക്കുക എന്നുള്ളതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ സഹോദരങ്ങളെ. അതുപോലെ തന്നെ മറ്റുള്ള പ്രവാചകന്മാരെ ചീത്ത വിളിക്കുക, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, ഇതൊക്കെയാണ് അതിന്റെ രൂപങ്ങൾ, ഇർത്തിദാദിന്റെ മതപരിത്യാഗത്തിന്റെ രൂപങ്ങൾ. അതല്ലെങ്കിൽ വിഗ്രഹങ്ങൾക്ക് സാഷ്ടാംഗം ചെയ്യുക, വശദർ മരങ്ങൾക്ക്, വൽ ഖുബൂർ അതുപോലെ ഖബറുകൾക്ക് സാഷ്ടാംഗം ചെയ്യുക, വഇൽഖാഇൽ മുസ്ഹഫി ഫിൽ മവാത്തിനിൽ കദിറ ബോധപൂർവം മുസ്ഹഫിനെ നിന്ദിക്കണമെന്ന് കരുതിക്കൊണ്ട് മുസ്ഹഫിനെ മലിനമായ സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കുക. ഇതൊക്കെയാണ് ഇർത്തിദാദിന്റെ മതപരിത്യാഗത്തിന്റെ രൂപം. ഇത് ഏതാനും ചില കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷെ ഇതിൽ മാത്രം പരിമിതമല്ല. ഇതുപോലുള്ള ധാരാളം കാര്യങ്ങൾ മതപരിത്യാഗത്തിന്റെ വിവിധ രൂപങ്ങളായി നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർ ഇനിയും വിശദീകരിച്ചു പറഞ്ഞു, തഹ്ലീലു മാ ഹറമല്ലാഹ്, അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യം അനുവദനീയമാണെന്ന് പറയാ. അള്ളാന്റെ ദീനിൽ, ശരീഅത്തിൽ നിഷിദ്ധമായ സംഗതിയാണ്, വളരെ കൃത്യമാണ്, വ്യക്തമാണ്. ഖുർആനിലൂടെ ഹദീസിലൂടെ അത് നിഷിദ്ധമാണെന്ന് സ്വരീഹായ നസ്സിലൂടെ വളരെ കൃത്യമായി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദനീയമാണെന്ന് പറയാം. വ്യഭിചാരം അനുവദനീയമാക്കുന്നത് പോലെ ഇന്ന് നമുക്കറിയാം ലിബറലിസത്തിന്റെ കാലമാണ്, അരാജകവാദത്തിന്റെ കാലമാണ്. അപ്പോൾ ചില മുസ്ലിം നാമധാരികൾ തന്നെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നു, ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്, പക്ഷെ ഇസ്ലാമിന്റെ കുടുംബ വ്യവസ്ഥയെ ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കില്ല. വ്യഭിചാരം അതിനെന്തിനെ നിഷിദ്ധമാക്കുന്നു? അതൊക്കെ അനുവദനീയമാണ്, അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. അതാണ് ലിബറലിസം എന്ന് പറയുന്നത്, അരാജകവാദം അതല്ലെങ്കിൽ ഉദാരവാദം എന്നൊക്കെ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ലിവിങ് ടുഗദർ, പരസ്പരം വിവാഹ ഉടമ്പടികളില്ലാതെ ഒരുമിച്ച് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാവുക, അത് അനുവദനീയമാണ്. അത് മതത്തിലും അതിനൊന്നും വിലക്കില്ല, അതൊക്കെ പടച്ചോൻ പുറത്തു വന്നോളും, അതൊക്കെ ഇങ്ങനെയൊക്കെ മതി എന്നുള്ള മനോഭാവത്തോടു കൂടി അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ അനുവദനീയമാണെന്ന് വാദിക്കുക. അതുപോലെ മദ്യപാനം അള്ളാഹു നിഷിദ്ധമാക്കിയതാണ്, ലഹരി അള്ളാഹു നിഷിദ്ധമാക്കിയതാണ്, അത് അനുവദനീയമാണെന്ന് വാദിക്കുക. അത് മദ്യമാണെങ്കിലും അത് ലഹരിയുടെ മറ്റു വസ്തുക്കളാണെങ്കിലും കുല്ലു മുസ്കിരിൻ ഖലീലുഹു ഔ കസീറുഹു ഹറാം എന്നുള്ളതാണല്ലോ ഇസ്ലാമിന്റെ നിലപാട്. ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും അത് കുറഞ്ഞ അളവിലാണെങ്കിലും കൂടുതലുള്ള അളവിലാണെങ്കിലും അത് നിഷിദ്ധമാണ്. പക്ഷെ ഒരാൾ വാദിക്കുക അത് നിഷിദ്ധമൊന്നുമല്ല, ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയും, പക്ഷേ ലഹരി അത് അനുവദനീയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന രീതിയിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ
ലഹരിയെ അനുവദനീയമാണെന്ന് പറയുക, ഔ അയ്യഖൂല ബിഅന്ന സ്വലാത്ത ഗൈറു വാജിബ, അതല്ലെങ്കിൽ പറയാ നിസ്കാരം നിർബന്ധമല്ല എന്ന് വാദിക്കുക, വനഹ്വ ദാലിക, അതുപോലെയുള്ള കാര്യങ്ങൾ. മിമ്മാ ഉജ്മിഅ അലാ ഹുർമതിഹി ഔ വുജൂബിഹി ഇജ്മാഅൻ ഖത്ഇയ്യൻ, ഇസ്ലാമിക ലോകം അത് നിഷിദ്ധമാണ്, അതല്ലെങ്കിൽ ഒരു കാര്യം നിർബന്ധമായ കാര്യം നിർബന്ധമാണ്, നിഷിദ്ധമായ കാര്യം നിഷിദ്ധമാണെന്ന് ഇസ്ലാമിക ലോകം ഐക്യകണ്ഠേന ഇജ്മാഅോടുകൂടി അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇജ്മാഅൻ ഖത്ഇയ്യൻ, ഇതുവരെയുള്ള ഇസ്ലാമിക ലോകം ഖണ്ഡിതമായ ഇജ്മാ ആയിട്ട് നിഷിദ്ധമാണ്, അതല്ലെങ്കിൽ നിർബന്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ, ആ നിയമങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കുന്ന പ്രവണതയുണ്ടാവുക, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ അനുവദനീയമാണെന്ന് വാദിക്കുക, ഇതൊക്കെയാണ് മതപരിത്യാഗത്തിന്റെ ഇർത്തിദാദിന്റെ അടയാളങ്ങളായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ. അപ്പോൾ ഇതെല്ലാം അതീവ ജാഗ്രത പുലർത്തേണ്ട കാര്യങ്ങളാണ്. ആധുനിക യുഗത്തിലും രിദ്ദത്തിൻ്റെതായ വിവിധ പ്രവണതകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചില ആളുകൾ പറയാണ്, ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കണമെങ്കിൽ ഖുർആൻ മാത്രം മതി, ഖുർആൻ മാത്രം മതി, ഹദീസ് വേണ്ട. പ്രവാചക വചനങ്ങളോ പ്രവാചകന്റെ വാക്കുകളോ പ്രവർത്തികളോ മൗനാനുവാദമോ, അതായത് സുന്നത്ത് വേണ്ടതില്ല, പ്രവാചക ചര്യ വേണ്ടതില്ല, ഖുർആൻ മാത്രം മതി എന്ന് വാദിക്കുക ശരിയല്ല സഹോദരങ്ങളെ. അത് മതപരിത്യാഗത്തിലേക്ക് എത്തിപ്പെടുന്ന വാദമാണ്. സ്വഹീഹായ ഹദീസുകളെ തള്ളുക എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ മതപരിത്യാഗത്തിലേക്ക്, അത് സ്വഹീഹാണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും അത് തള്ളുക എന്ന് പറഞ്ഞാൽ ഹദീസുകൾ വേണ്ടതില്ല എന്നുള്ള വാദം അത് അപകടകരമാണ്. കാരണം ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? വഅൻസൽനാ ഇലൈക സിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. ഈ ഖുർആൻ നിങ്ങൾക്ക് അല്ലാഹു അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്, അല്ലാഹു പറയാണ്, ഈ ഖുർആൻ നാം നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുള്ളത് ഓ പ്രവാചകരെ ലിതുബയ്യിന ലിന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. മാ നുസ്സില ഇലൈഹിം, അവർക്ക് അവതീർണമായത് നിങ്ങളാണ് വിശദീകരിച്ചു കൊടുക്കേണ്ടത്. വലഅല്ലഹും യതഫക്കറൂൻ, നിങ്ങളുടെ വിശദീകരണം അനുസരിച്ച് അവർ ചിന്തിക്കാൻ വേണ്ടി കൂടിയാണ്. ഓ പ്രവാചകരെ നിങ്ങളുടെ വാക്കുകൾ, ഓ പ്രവാചകരെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ ജീവിതം, അതാണ് ഖുർആന്റെ വിശദീകരണം എന്ന് വളരെ കൃത്യമായും വളരെ വ്യക്തമായും ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നിരിക്കെ, അള്ളാഹുവിന്റെ വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നിരിക്കെ, ഖുർആൻ മാത്രം മതി പ്രമാണമായി എന്നുള്ള വാദം അത് യുദ്ധത്തിലേക്ക്, അത് മതപരിത്യാഗത്തിലേക്ക് എത്തിപ്പെടുന്ന വാദമാണ്. ചില ആളുകളൊക്കെ അങ്ങനെയുള്ള വാദങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സമൂഹത്തിൽ കാണുകയാണ്. അതുപോലെ സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും ഒന്നും വേണ്ടതില്ല, ഏത് വിശ്വാസമുണ്ടായാലും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന വാദം. ഏത് വിശ്വാസത്തോടു കൂടിയാണെങ്കിലും ഇസ്ലാം പറയുന്ന അൽ ജന്നയല്ലതല്ലെങ്കിൽ അൽ ഫിർദൗസിൽ പ്രവേശിക്കുമെന്നുള്ള വാദം സർവവേദ സത്യവാദമെന്നും സർവമത സത്യവാദമെന്നും അകമ്പൊരുൾ എന്നെല്ലാം രീതിയിൽ ഇന്ന് പല ആളുകളും ഇത്തരം ഫിത്നകളും സമൂഹത്തിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, പൊതുസ്വീകാര്യതയ്ക്ക് വേണ്ടി ഇത്തരം വാദഗതികൾ ഉയർത്തുക എന്നതെല്ലാം തന്നെ, അത്തരം വാദഗതികളെ സംബന്ധിച്ചെല്ലാം തന്നെ നാം കൂടുതൽ ജാഗ്രത പുലർത്തണം. അതെല്ലാം തന്നെ മതപരിത്യാഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന വാദഗതികളാണ്. അതുപോലെ അന്ത്യദിനത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസത്തെ നിസ്സാരമായിട്ട് കാണുക. ഉദാഹരണത്തിന് ഒരാൾ പറയാ, എന്ത് മഹ്ശർ, എന്ത് ഖിയാമത്ത് നാൾ, എന്ത് സ്വർഗം, എന്ത് നരകം, ഇതെല്ലാം ചോദിക്കുക. നമ്മുടെ മക്കൾ വീട്ടിൽ നിന്ന്, അതല്ലെങ്കിൽ ആരെങ്കിലും എവിടെ നിന്ന് അറിവില്ലാതെ ബോധമില്ലാതെ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. കേവലം ചോദ്യം മാത്രമല്ല, അതിനെ അയഥാർത്ഥമായിട്ട് അവതരിപ്പിക്കുകയോ പരിഹസിക്കുകയോ കെട്ടുകഥകളായിട്ട് ചിത്രീകരിക്കുകയോ ചെയ്യുക, അതും രിദ്ദത്താണ്, അതും മതപരിത്യാഗത്തിലേക്ക് എത്തിപ്പെടുന്ന കാര്യങ്ങളാണ്. സഹോദരങ്ങളെ, നാം പറയുകയും ചെയ്യുകയും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും രിദ്ദത്തിലേക്ക്, മതപരിത്യാഗത്തിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള അതീവ ജാഗ്രത, ഭയപ്പാട് വേണം, കരുതൽ വേണം എന്നുള്ളതാണ്. അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, വല്ല കാരണവശാലും രിദ്ദത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ ഷഹാദത്ത് കലിമ ചൊല്ലി തിരിച്ചു വരികയും രിദ്ദത്തിന്റെ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ട നമസ്കാരവും നോമ്പും വീണ്ടെടുക്കുകയും വേണം എന്നാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി
റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് റിദ്ദത്തിന്റെ മുമ്പുള്ളതും ഖളാ വീട്ടണം, റിദ്ദത്തിന്റെ കാലയളവിൽ സംഭവിച്ചു പോയ നമസ്കാര നോമ്പൊക്കെ ഖളാ വീട്ടണം എന്നാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി കുറച്ചുകൂടി കടന്നു പറഞ്ഞു റിദ്ദത്തിന്റെ മുമ്പ് സംഭവിച്ചു പോയതും ഖളാ വീട്ടണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, റിദ്ദത്തിന്റെ ഗൗരവമാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. മതപരിത്യാഗത്തിലേക്ക് എത്തുന്ന ധാരാളം വാദഗതികളും പ്രവണതകളും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത്. അതിനെല്ലാം ഉപരിയാണ് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് പരസ്യമായി ചിലർ രംഗപ്രവേശം ചെയ്യുന്ന അവസ്ഥ. നമ്മൾ അതിലൊന്നും ഇടപെടുന്നില്ല, അതവരുടെ സ്വാതന്ത്ര്യമാണ് ഓരോ കാര്യങ്ങളും. പക്ഷെ അതൊക്കെ എവിടേക്ക് പോകുന്നു? നമ്മെ സംബന്ധിച്ച്, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് കൂടുതൽ ജാഗ്രതയുള്ളവരാവണം എന്നുള്ളതാണ്. അവരെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? തങ്ങൾ മുർത്തദ്ദുകളാണെന്ന് പരസ്യമായിട്ട് അവർ പ്രഖ്യാപിക്കുന്നു. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തിന്റെ ഭരണഘടന എല്ലാവർക്കും അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത്തരം സ്വാതന്ത്ര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെയും അവഹേളിക്കുമ്പോഴും നിന്ദിക്കുമ്പോഴും സ്വാഭാവികമായിട്ടും വിശ്വാസികൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് അതിൽ പലതും മതനിന്ദ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്, അതല്ലെങ്കിൽ അതിനേക്കാൾ തീവ്രമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും അള്ളാഹുവിനോ അവന്റെ ദീനിനോ യാതൊരു നഷ്ടവും സംഭവിക്കുന്നില്ല. അതാണ് അള്ളാഹു സൂറത്തുൽ മാഇദയിലെ 54-ാം വചനത്തിൽ പറയുന്നത്. അല്ലാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ മയ്യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു അദില്ലത്തിൻ അലൽ മുഅ്മിനീന ഇസ്സത്തിൻ അലൽ കാഫിരീന യുജാഹിദൂന ഫീ സബീലില്ലാഹി വലാ യഖാഫൂന ലൗമത ലായിം ദാലിക ഫദ്ലുല്ലാഹി യുഅതീഹി മയ്യശാ വല്ലാഹു വാസിഉൻ അലീം. അല്ലാഹു പറയാണ്, സത്യവിശ്വാസികളെ, മയ്യർതദ്ദ മിൻകും അൻ ദീനിഹി, ആരെങ്കിലും അയാളുടെ മതത്തിൽ നിന്ന് മടങ്ങിപ്പോയാൽ, ആരെങ്കിലും ഈ ദീൻ വിട്ട് മടങ്ങിപ്പോയാൽ അള്ളാഹുവിന് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല, അള്ളാഹുവിന്റെ ദീനിനും ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. അള്ളാഹു പറയാണ്, അള്ളാഹു അവരെക്കാൾ ഉത്കൃഷ്ടരായ ഒരു ജനതയെ പകരമായി കൊണ്ടുവരും. ആ ജനതയുടെ പ്രത്യേകത എന്താണ്? അവർ അള്ളാഹുവിനെ സ്നേഹിക്കുകയും അള്ളാഹു അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അദില്ലത്തിനലൽ മുഅ്മിനീന ഇസ്സത്തിനലൽ കാഫിരീൻ, അവരെ വിശ്വാസികളോട് വിനീത വിധേയരായിട്ട് ഇടപഴകുകയും നിഷേധികളോട് പ്രതാപത്തോടു കൂടി ഇടപഴകുകയും ചെയ്യുന്ന ആളുകളാണ്. യുജാഹിദൂന ഫീ സബീലില്ലാഹി വലാ യഖാഫൂന ലൗമത ലായിം, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പോരാടുന്നവരും ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയപ്പെടാതെ ഈ ദീൻ ആർജവത്തോടു കൂടി ഇസ്സത്തോടു കൂടി മുറുകെ പിടിക്കുന്നവരുമായിരിക്കും ആ ജനത. ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾ ഈ ദീൻ വിട്ടു പോകുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ ദീൻ അതോടുകൂടി തകർന്നു പോകുന്നില്ല. തീർച്ചയായും വേറൊരു ജനത വരും, വേറൊരു ജനതയെ അല്ലാഹു തിരിച്ചു കൊണ്ടുവരും. ആ ജനത അല്ലാഹുവെ സ്നേഹിക്കുകയും അവർ അല്ലാഹുവിനെ സ്നേഹിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. വിശ്വാസികളോട് വിനീത വിധേയരായും നിഷേധികളോട് പ്രതാപത്തോടു കൂടെയും ഇടപഴകുന്ന, അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്ന, ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയപ്പെടാതെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജനതയുണ്ടാകും. അതാണ് ഈ ദീനിന്റെ പ്രത്യേകത. അതാണ് അല്ലാഹുവിന്റെ ഔദാര്യം. അല്ലാഹു ഇച്ഛിക്കുന്നവർക്ക്, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആ ഔദാര്യം അല്ലാഹു നൽകും. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു അങ്ങേയറ്റം ജ്ഞാനമുള്ളവനും അതോടൊപ്പം തന്നെ അല്ലാഹു അങ്ങേയറ്റം വിശാലതയുള്ളവനുമാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ ദീൻ ഒരു ഇർത്തിദാദ് മുഖേനയോ അതല്ലെങ്കിൽ കുറച്ചാളുകൾ എക്സ് മുസ്ലിം ആയതുകൊണ്ടോ അവരുടെ ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്തതുകൊണ്ടോ അതല്ലെങ്കിൽ എസൻസ് ഗ്ലോബലിന്റെ ഗൂഢാലോചനയുടെ അതല്ലെങ്കിൽ അവരുടെ ഇസ്ലാമിനെതിരെയുള്ള തീവ്രമായിട്ടുള്ള വംശീയ വിദ്വേഷം ഉയർത്തുന്ന സംവാദങ്ങളിലൂടെയോ ഒന്നും തകർന്നു പോകുന്നതല്ല യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ദീൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അല്ലാഹു പറഞ്ഞതാണ്, ഇൻ തക്ഫുറു അൻതും വമൻ ഫിൽ അർളി ജമീഅൻ ഫഇന്നല്ലാഹ ലഗനിയ്യുൻ ഹമീദ്. ഇൻ തക്ഫുറു അൻതും വമൻ ഫിൽ അർളി ജമീഅ, നിങ്ങൾ നിഷേധികളായാൽ, നിങ്ങൾ എന്നല്ല ഭൂമിയിലെ മുഴുവൻ ആളുകളും നിഷേധികളായാലും അല്ലാഹുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഫഇന്നല്ലാഹ ലഗനിയ്യുൻ ഹമീദ്, അല്ലാഹു അങ്ങേയറ്റം സ്വയം പര്യാപ്തനും അങ്ങേയറ്റം സ്തുത്യർഹനുമാണ്.
വേറൊരു വചനത്തിൽ അല്ലാഹു പറയാണ്, ഇന്നല്ലദീന ഇസ്തറബുൽ കുഫ്ര ബിൽ ഈമാനി ലയളുറല്ലാഹ ശൈആ വലഹും അദാബുൻ അലീം. ഇന്നല്ലദീന ഇസ്തറബുൽ കുഫ്ര ബിൽ ഈമാൻ, സത്യവിശ്വാസത്തിന് പകരം സത്യനിഷേധത്തെ വിലക്ക് വാങ്ങുന്ന ആളുകൾ ലയളുറല്ലാഹ ശൈആ, അല്ലാഹുവിനെ ഒരൽപ്പം പോലും ഉപദ്രവിക്കാൻ അവർക്ക് കഴിയുകയില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ് നാളെ പരലോകത്ത് ലഭിക്കാനിരിക്കുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, എക്സ് മുസ്ലിങ്ങൾ അല്ലാഹുവിനെയോ പ്രവാചകനെയോ വെല്ലുവിളിച്ചത് കൊണ്ടോ ഖുർആൻ ഹദീസ് വചനങ്ങൾ പരിഹസിച്ചത് കൊണ്ടോ അല്ലാഹുവിന്റെ ദീനിന് യാതൊരു പരിക്കും സംഭവിക്കുകയില്ല. ഇപ്പോഴും ഈ ദീൻ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും വളരുന്ന ദീനാണ് ഈ ദീൻ. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അല്ലാഹുവിന്റെ പ്രകാശത്തെ കെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്. അല്ലാഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. നിഷേധികൾ എത്രമാത്രം അല്ലാഹുവിന്റെ പ്രകാശം പൂർത്തീകരിക്കപ്പെടുക എന്ന ആശയത്തെ വെറുത്താലും അല്ലാഹുവിന്റെ പ്രകാശം പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ഇപ്പോഴും എപ്പോഴും ഈ ദീൻ വളർന്നും പ്രചരിച്ചും കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. ഈ എക്സ് മുസ്ലിങ്ങളും സംഘപരിവാറും കാസയും ലിബറലുകളും എല്ലാം ഒന്നിച്ചെതിർത്തിട്ടും ലോകത്തുടനീളമുണ്ട് ഈ പ്രവണത. ഒന്നിച്ച് ലോകത്തുടനീളം ഈ പ്രവണതയുണ്ടായിട്ടും ഈ ദീൻ വളരുന്നു എന്നുള്ളതാണ് സത്യം. 2050 ആകുമ്പോഴേക്ക് ലോകത്തെ ഏറ്റവും പ്രചാരമുള്ള മതമായി ഇസ്ലാം മാറുമെന്ന പ്യൂ റിസർച്ച് സെന്ററിന്റെ ഗവേഷണമുണ്ടല്ലോ. എപ്പോഴും നമ്മൾ എടുത്തു പറയുന്ന ആ ഗവേഷണം 2050 ആകുമ്പോഴേക്ക് ലോകത്തെ ഏറ്റവും പ്രചാരമുള്ള മതമായി ഇസ്ലാം മാറുമെന്നുള്ള ആ വെളിപ്പെടുത്തൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വിരോധികളെയെല്ലാം ഭയപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത്. ഇസ്ലാം കൂടുതൽ സ്വാധീനിക്കുന്നു പറഞ്ഞ് എല്ലാവരും മുസ്ലിങ്ങളാവും എന്നല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറിച്ച് ഇസ്ലാമിനെ ജനങ്ങൾ കൂടുതൽ സ്വാധീനിക്കും. ജനങ്ങൾ ഇസ്ലാമിനെ കൂടുതൽ അനുഭവിക്കുന്ന, ഇസ്ലാമിനെ കൂടുതൽ ഉൾക്കൊള്ളുന്ന, അതോടൊപ്പം ഇസ്ലാമിനെ കൂടുതൽ പഠിക്കുന്ന സാഹചര്യം ഉണ്ടാകും. സഹോദരങ്ങളെ, ഇന്ന് പത്രത്തിൽ ഒരു വലിയ മനുഷ്യന്റെ മരണവാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ജോൺ എസ്പോസിറ്റോ എന്ന് പറയുന്ന ഒരു പാശ്ചാത്യൻ ചിന്തകൻ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം ഇസ്ലാമിനെ സംബന്ധിച്ച് ധാരാളം എഴുതിയിട്ടുള്ള മനുഷ്യനാണ്. ക്രിയാത്മകമായി പോസിറ്റീവായി ഇസ്ലാമിനെ പഠിക്കുകയും പോസിറ്റീവായിട്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് എഴുതുകയും ചെയ്ത വലിയൊരു ചിന്തകനായിരുന്നു. ഒരുപക്ഷെ ഒരു ഓറിയന്റലിസ്റ്റ് ചിന്തകൻ ആ ഒരു ഗണത്തിൽ തന്നെ വരുന്ന ആ ഒരു പഠനത്തിന് ഒരുപക്ഷെ ആ പഠനത്തിലേക്ക് ലക്ഷ്യം വെക്കുമ്പോൾ ഇസ്ലാമിനെ ഈ അർത്ഥത്തിൽ പോസിറ്റീവായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി പഠിച്ചതാവില്ല. പക്ഷേ പഠിച്ചു വന്നപ്പോ അദ്ദേഹം എഴുതിയത് ഇസ്ലാമിനെ പോസിറ്റീവായിട്ടാണ്, ഇസ്ലാമിനെ ക്രിയാത്മകമായിട്ടാണ്, സർഗാത്മകമായി ഇസ്ലാമിനെയും ഇസ്ലാമിക ചരിത്രത്തെയും ഇസ്ലാമിക നവോത്ഥാനത്തെയും എല്ലാം ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെയും എല്ലാം വളരെ മനോഹരമായിട്ട് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു പണ്ഡിതനായിരുന്നു ജോൺ എസ്പോസിറ്റോ എന്ന് പറയുന്ന പ്രൊഫസർ. ജോൺ എസ്പോസിറ്റോ എന്ന് പറയുന്ന പണ്ഡിതൻ ന്യൂയോർക്കിലെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന്റെ 85ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഇസ്ലാമിനെ സംബന്ധിച്ച് ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരർത്ഥത്തിൽ മുസ്ലിങ്ങളല്ലാത്ത ചിന്തകന്മാരെ പോലും ഇസ്ലാമിനെ പോസിറ്റീവായിട്ട് അവതരിപ്പിക്കുന്ന ഒരവസ്ഥയും ഒരു സാഹചര്യവും കൂടി കുറച്ചാളുകളൊക്കെ ഇസ്ലാം വിട്ടു പോകുന്നു എന്നതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. നമ്മൾ ക്രിയാത്മകമായ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം. നിഷേധാത്മകമായ കാര്യങ്ങൾ മാത്രം, എല്ലാം നെഗറ്റീവായിട്ട് മാത്രം മനസ്സിലാക്കരുത് സഹോദരങ്ങളെ. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾ, നമ്മുടെ സമൂഹം, നമ്മോട് ബന്ധപ്പെട്ട ആളുകൾ, നമ്മോട് ഗുണകാംക്ഷയും നമ്മോട് സ്നേഹവും പുലർത്തുന്ന ആളുകൾ തീർച്ചയായിട്ടും അവർ രിദ്ദത്തിൽ അകപ്പെടാതിരിക്കാൻ, ഇസ്ലാമിക സമൂഹം രിദ്ദത്തിൽ അകപ്പെടാതിരിക്കാനുള്ള ജാഗ്രത ഏതെങ്കിലും ഒരു കൂട്ടർ മാത്രമല്ല, മൊത്തം ഇസ്ലാമിക സമൂഹം രിദ്ദത്തിൽ അകപ്പെടാതിരിക്കാനുള്ള അതീവ ജാഗ്രത നമുക്ക് വേണം എന്നുള്ളതാണ്. ആ ജാഗ്രതയെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീൻ പുതുതലമുറയെ, നമ്മുടെ മക്കളെ, സമുദായത്തെ നന്നായിട്ട് പഠിപ്പിക്കണം എന്നുള്ളതാണ്. മക്കളെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. ആ ഖുർആൻ എങ്ങനെയാണ് കാലികമായി ആധുനികമായി മനസ്സിലാക്കാൻ, വ്യാഖ്യാനിക്കുവാൻ, അതും തിരുസുന്നത്തിന്റെ പ്രമാണത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ, തിരുസുന്നത്താകുന്ന പ്രമാണത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ, പ്രവാചക ചര്യയാകുന്ന പ്രമാണത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെ ഖുർആനെ ശരിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, എങ്ങനെ ഇസ്ലാമിനെ ശരിയായി മനസ്സിലാക്കാൻ സാധിക്കും, ആ അർത്ഥത്തിൽ ഖുർആൻ പഠിക്കുക. ആ അർത്ഥത്തിൽ ഖുർആനിനെ തലമുറകൾക്ക്
പഠിപ്പിക്കുക എന്നുള്ളതാണ്. മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കുക. മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ച രക്ഷിതാക്കളെ നാളെ അല്ലാഹു തആല ആദരിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അവരെ താജുൽ കറാമ വഹുല്ലത്തുൽ കറാമ, ആദരവിന്റെ കിരീടവും ആദരവിന്റെ വസ്ത്രവും ധരിപ്പിച്ചുകൊണ്ട് നാളെ അല്ലാഹു തആല ആദരിക്കുമ്പോ അവർ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, പടച്ചോനെ എന്തിനാണ് എന്തിനാണ് ഈ കിരീടവും ഈ വസ്ത്രവും എല്ലാം ഞങ്ങളെ ധരിപ്പിച്ചിട്ടുള്ളത്? നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചതിന് വേണ്ടി. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട് എല്ലാ മാർഗഭ്രംശങ്ങളിൽ നിന്നും എല്ലാ വ്യതിയാനങ്ങളിൽ നിന്നും നിങ്ങളുടെ മക്കളെ രക്ഷപ്പെടുത്താനുള്ള ജാഗ്രത നിങ്ങൾക്കുണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് നിങ്ങളെ ഈ ആദരവിന്റെ കിരീടവും ആദരവിന്റെ വസ്ത്രവും ധരിപ്പിച്ചതെന്ന് അള്ളാഹു അവരോട് പറയുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹോദരങ്ങളെ, തീർച്ചയായിട്ടും എക്സ് മുസ്ലിങ്ങളും ലിബറലുകളുമെല്ലാം ഉയർത്തുന്ന വസ്വാസുകളെ അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൽമ്, മതപരമായ അറിവ് നമുക്ക് ആവശ്യമാണ്. മുതിർന്നവർക്കും ആവശ്യമാണ്. വൈജ്ഞാനികമായ നിലവാരത്തിലേക്ക് മുതിർന്ന ആളുകളും എത്തിപ്പെടാനുള്ള പരിശ്രമം ഉണ്ടാവണം. നമ്മൾ പണ്ട് കാലത്ത് പഠിച്ച കുറെ കാര്യങ്ങളുണ്ട്. ആ പഠിച്ച കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്യാതിരുന്നാൽ തീർച്ചയായിട്ടും കാലത്തിനൊപ്പം നീങ്ങാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. കാലത്തിന്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ സാധിക്കണമെങ്കിൽ എപ്പോഴും വിശ്വാസി പഠിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. അപ്ഡേഷൻ വേണം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ മുന്നിൽ കണ്ടുകൊണ്ട് ഇസ്ലാമിനെ ശരിയാം വണ്ണം പഠിക്കുക, ഇസ്ലാമിനെ ശരിയാം വണ്ണം പഠിപ്പിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യുക എന്നതാണ് തീർച്ചയായിട്ടും ഈ എക്സ് മുസ്ലിങ്ങളും ലിബറലുകളുമെല്ലാം മുന്നോട്ട് വെക്കുന്ന വസ്വാസുകളെ അതിജീവിക്കാനുള്ള ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പ്രാർത്ഥനയാണ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. ഇതാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥനയാണ് വേണ്ടത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. പടച്ചവനെ, ഞങ്ങൾക്ക് നേർമാർഗം കാണിച്ചതിന് ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ വളച്ചു കളയല്ല നാഥ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ വക്രീകരണം ഉണ്ടാക്കല്ലോ റബ്ബേ. പടച്ചവനെ, തെറ്റായ കാര്യങ്ങൾ ചിന്തിക്കുന്ന മാർഗഭ്രംശമുണ്ടാവുന്ന സാഹചര്യം ഞങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാക്കല്ല നാഥ എന്നെപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ സത്യവിശ്വാസിക്ക് വേണം എന്നുള്ളതാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധാരാളമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു വചനമായിരുന്നു നാം മേൽ പറഞ്ഞത്. അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക്. എപ്പോഴും നടത്തേണ്ടുന്ന വേറൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ, എന്റെ മനസ്സിനെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ. ഒന്ന്, ദീനിനെ സംബന്ധിച്ച് പഠിക്കുക. രണ്ട്, ഇതുപോലുള്ള പ്രാർത്ഥനകൾ ധാരാളമായിട്ട് നിർവഹിക്കുക. മൂന്നാമത്തേത്, ഹൃദയത്തിലേക്ക് കാപട്യവും വിശ്വാസരാഹിത്യവും കടന്നു വരുന്നുണ്ടോ എന്നുള്ള ജാഗ്രത എപ്പോഴും വിശ്വാസിക്ക് വേണം. അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് കാന യഖൂൽ ലിഹുദൈഫ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമായിരുന്നു. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ ദൂതൻ കപടവിശ്വാസികളുടെ ചില പേരുകൾ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുമായിരുന്നു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട്, ഹൽ സമ്മാനി ലക റസൂലുള്ളാഹി ഫിൽ മുനാഫിഖീൻ. അല്ലാഹുവിന്റെ ദൂതൻ മുനാഫിക്കുകളുടെ കപടവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്റെ പേര് താങ്കളോട് പറഞ്ഞു തന്നിട്ടുണ്ടോ? സഹോദരങ്ങളെ, ഉമറിന്റെ പേര് റളിയല്ലാഹു അൻഹു അതിലുണ്ടാവാനുള്ള സാധ്യത ഒട്ടുമേ ഇല്ല, നമുക്കില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ആർക്കും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ. എന്നിട്ടും ഉമറിനുണ്ടായിരുന്നു. നമുക്കില്ലാത്തത്, ആർക്കുമില്ലാത്തത് ഉമറിനുണ്ടായിരുന്നു എന്നുള്ളത്. കാരണം അത് കരുതലാണ്. അതാണ് ജാഗ്രത എന്ന് പറയുന്നത്. ഈ കരുതൽ, ഈ ജാഗ്രതയാണ് സഹോദരങ്ങളെ. ഈ കരുതൽ, ഈ ആശങ്ക, ഈ ഭയം, അത് വല്ലാത്ത ഒരു കരുതലാണ്. ആ കരുതലുള്ളവരൊക്കെ മാർഗഭ്രംശങ്ങളിൽ നിന്ന് അകപ്പെട്ടുകൊണ്ട്, വ്യതിയാനങ്ങളിൽ നിന്ന് അകപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഈ മാർഗഭ്രംശങ്ങളിൽ നിന്ന് അകപ്പെടാനും ആ വ്യതിയാനങ്ങൾക്കെതിരെ പോരാടാനും സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർക്ക് സാധ്യമായത് ആ കരുതൽ കൊണ്ടാണ് സഹോദരങ്ങളെ. ഇത്തരം ജാഗ്രതകളാണ് എല്ലാത്തരം നവരിദ്ധത്തുകളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അള്ളാഹു യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും
നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. യഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ.